നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രായം മൂലമുള്ള അപക്വമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മെയ് 1 ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തൃപ്രയാറിലും മതിലകത്തും റാലിയും പൊതുയോഗവും. മദ്യം മയക്കുമരുന്ന് ലഹരി വർജന സമിതിയായ മോചനത്തിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം 3 പീടികയിൽ നടന്നു. വാർത്തകൾ വിശദമായി. പ്രായം മൂലമുള്ള അപക്വമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിലെത്തിയ VS SNDPയുടെയും NSSന്റെയും ഐക്യം സാമുദായിക സ്പർദ്ധ വളർത്തുമെന്ന് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. ന്യൂനപക്ഷങ്ങളുടെ ഐക്യം സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്നതല്ലെന്നും SNDPയുടെയും NSSന്റെയും ഐക്യം സാമൂഹിക സ്പർദ്ധ വളർത്തിയിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3 വർഷം മുൻപുള്ള തിരഞ്ഞെടുപ്പ് ഓർത്താൽ VS ഇത്തരമൊരു മറുപടി പറയില്ല. എന്തിനേയും ഏതിനേയും എതിർക്കുന്ന ശൈലിയാണ് VSനുള്ളതെന്നും പാർട്ടിയെ പോലും VS എതിർക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മതസ്പർദ്ധ വരുത്താൻ ഞങ്ങൾ എന്ത് ചെയ്തു? മറ്റുള്ളവർ ഇങ്ങനെ കൂടിയിട്ട് ഒരു മതസ്പർദ്ധ ഉണ്ടായില്ലല്ലോ. ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചപ്പോൾ ഇവിടെ പല മതസ്പർദ്ധ ഉണ്ടായില്ല. ഭൂരിപക്ഷം ഇവിടെ സംഘടിച്ചാൽ എന്താണ് കുഴപ്പം? ഒരു മതസ്പർദ്ധയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ കൊണ്ടുവന്ന ഒരു അപക്വമായ ഒരു മറുപടിയാണ്. 2 കൊല്ലത്തിനോ 3 കൊല്ലത്തിനാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് ഓർത്താൽ ഇത് പറയാം. എതിർക്കാനുള്ള ഏതിനെതിരല്ലേ വിളിക്കുന്നത്? പാർട്ടിയിൽ തന്നെ എപ്പോഴും എതിരായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ എതിരൊന്നും നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശൈലിയല്ലേ. ഞങ്ങളൊരു രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോകുന്നില്ല, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞങ്ങളെ കൂടിയ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആര്, എന്തുകൊണ്ട്? അതിനെപ്പറ്റി ഞങ്ങൾ എന്താ ചോദിക്കാത്തത്? തൃപ്രയാറിൽ CITU AITUCയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. രാവിലെ തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നടന്ന സമ്മേളനം CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുതലാളിത്ത ഭരണകൂടമുള്ള രാജ്യങ്ങളിലടക്കം തൊഴിലാളികളുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടം. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി നിലനിൽക്കാനുള്ള പ്രബലമായ ലോക രാജ്യങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു എന്ന് മുതലാളിത്ത ലോകം മനസ്സിലാക്കിയ ഏക ധ്രുവ ലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. അവർ ആ പ്രവർത്തനത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ കമ്പോള വ്യവസ്ഥിതി എന്ന് പറയുന്നത്. AITUC സെക്രട്ടറി ശശി കടവിൽ അധ്യക്ഷനായിരുന്നു. IK വിഷ്ണുദാസ്, VR ബാബു, KA ആനന്ദൻ, MA തോമസ്, TK ദേവദാസ്, PA രാമദാസ്, KR സാംബശിവൻ, PR ദാസ്, ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പള്ളിവളവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. BA ഗോപി അധ്യക്ഷനായി. VB ബാവിൻ, PM നൂറുദ്ദീൻ, അഡ്വക്കേറ്റ് PR കണ്ണൻ, ബേബി ജനാർദ്ദനൻ, KK പേങ്ങൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി NSS കരയോഗം കുടുംബമേള യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് C രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിലൂടെ അനർഹമായ എല്ലാം നേടിയെടുത്തു. PSC പരീക്ഷയ്ക്ക് ചെന്നാലും മറ്റു കാര്യങ്ങൾക്ക് ചെന്നാലും എന്താണെന്ന് ആയിരന്റെ ഗുണം അപ്പറിയാം. ഞാൻ
കേൾക്കാനും പറയാനും തയ്യാറാവണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ചന്ദ്രാപിനി കരയോഗം തുടർച്ചയായി തന്നെ കുടുംബമേളകളും ആഘോഷങ്ങളും നടത്തുന്നു. ഒരുപാട് മുതിർന്ന അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പൂർണ്ണമായും മുഴുവൻ 125 വീട്ടിലെ മുഴുവൻ പേരും എത്തിയിട്ടില്ലെങ്കിൽ പോലും. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് NR സന്തോഷ് അധ്യക്ഷനായി. വി ഉദയകുമാർ, ആചാര്യ ഹരിദാസ്, പ്രേം സുന്ദർ, KP രാജീവൻ, ആനന്ദവല്ലി ടീച്ചർ, ചന്ദ്രിക ശിവരാമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചന്ദ്രാപിന്നിയിൽ നിന്നും പുല്ലാനി മൂർഖനെ പിടികൂടി. ചന്ദ്രാപിന്നി SN വിദ്യാഭവന സ്കൂളിന് സമീപം മുറ്റിച്ചൂർ ലഹറിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന് പുറത്തെ കുളിമുറിക്ക് സമീപം കോഴികളെ വിഴുങ്ങിയ നിലയിൽ കണ്ട പാമ്പിനെ വീട്ടുകാർ വലയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകൻ സേവ്യർ എൽ തുരുത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ പാമ്പിന് 5 അടി നീളമുണ്ട്. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ CS കുഞ്ഞാപ്പു അനുസ്മരണ ദിനവും തഴപ്പായ തൊഴിലാളി മെയ്ദിന സംഗമവും നടത്തി. PMMUP സ്കൂളിൽ നടന്ന സംഗമം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും സഹ കുഞ്ഞാപ്പേട്ടൻ്റെ ഒപ്പം ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള സഹ ആനന്ദേട്ടനുണ്ട് എന്നുകൊണ്ട് അനുസ്മരണത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് സഹവും നടത്തും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുശേഷമുള്ള നാളുകളിൽ ഈ നാട്ടിക നിയോജക മണ്ഡലവുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ഇവിടെ ജീവിച്ച് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്ന, നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിലെ അംഗമെന്ന പോലെ നമുക്ക് തോന്നിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞാപ്പേട്ടനെന്ന് എനിക്ക് പല സഖാക്കളും പറഞ്ഞറിവുണ്ട്. KC ശിവരാമൻ അധ്യക്ഷനായി. KA ആനന്ദൻ, MM ശശീന്ദ്ര ബാബു എന്നിവർ സംസാരിച്ചു. ആധാരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചളിങ്ങാട് മതിലകത്ത് വീട്ടിൽ സുലൈമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ SDPI പ്രവർത്തകരടക്കം 10 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. തന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്നുവെന്ന് പറഞ്ഞ് മതിലകത്ത് വീട്ടിൽ സുലൈമാൻ മകൻ ഷെഫീഖ് കൊടുങ്ങല്ലൂർ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഈ മാസം 22-നാണ് വീട്ടിലേക്ക് മാർച്ച് നടന്നത്. എന്നാൽ മതിലകം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ആർക്കെതിരെയും കേസെടുത്തിരുന്നില്ല. ഇതേ തുടർന്നാണ് ഷെഫീഖ് കോടതിയെ സമീപിച്ചത്. കണ്ടാലറിയാവുന്ന 60 പേർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.